ഹലോ ഗായ്സ് പറയും ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ വെൽക്കം ടു അത് പറയണം എന്നാലേ ആൾക്കാർ കാണൂ ഇങ്ങോട്ട് വന്നിട്ട് ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഹലോ ഗായ്സ് വെൽക്കം ടു പറഞ്ഞിട്ടില്ല സാരമില്ല വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വെൽക്കം ടു ഇങ്ങനെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഇങ്ങനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ ഇതാണ് ഈ ആളെ കുറിച്ച് പറയാം. ഇതാണ് എന്റെ അച്ഛമ്മ അല്ലേ, വീട്ടിലെ ഏറ്റവും തലമൂത്ത ആളാണ്. പക്ഷെ പ്രവൃത്തി കൊണ്ട് ഏറ്റവും കുഞ്ഞാരാണ്? തള്ളയല്ല, ഏറ്റവും കുരുത്തക്കേടും എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ആളുടെ പേര് കാശ്വബ. 90 വയസ്സുണ്ട്. അപ്പോൾ ആളിനി സംസാരിക്കും ആളുടെ ചൈൽഡ്ഹുഡിനെ പറ്റി. അപ്പോൾ ഇത് കാണുന്ന കുറേ പേർക്ക് അച്ഛമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അച്ഛമ്മനെ കുറിച്ച് അച്ഛമ്മ പറയും. അച്ഛമ്മ എവിടെയാ ജനിച്ച്, അച്ഛൻ്റെ അമ്മൻ്റെയും പേര്. ജനിച്ചത് ബാലണി. അച്ഛൻ്റെ പേര് കുട്ടിയപ്പു, അമ്മൻ്റെ പേര് കുഞ്ചു. പിന്നെ അച്ഛമ്മക്ക് ചേച്ചി അനിയത്തി അവരൊക്കെ ഉണ്ട്. ചേച്ചി ഇപ്പോഴും ഉണ്ട്. ചേച്ചിന്റെ പേര് ഞങ്ങൾ പഴയ കാലത്ത് വിളിച്ചത് മുത്തുകുട്ടീന്ന്. ഇപ്പോ ജാനുവെന്ന് അവർ വിളിച്ചത്. പിന്നെ അനിയത്തി ഇല്ലേ? അഞ്ചത്തി കല്യാണി. പിന്നെ അച്ഛമ്മ ആ ചെറുപ്പത്തിനെ കുറിച്ചൊക്കെ പറയും. അച്ഛമ്മന്റെ ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു കഷ്ടപ്പാടും, അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താ ജോലി? അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് പാടത്ത് ജോലി തന്നെ, പാടത്ത് മണി ജോലി തന്നെ, ഒന്നുമില്ല. ക്യാമറയിൽ നോക്കി ഇവിടെ നോക്കി പറയണം. പിന്നെ അച്ഛമ്മയ്ക്ക് എത്ര മക്കളുണ്ട്, മരുമക്കൾ എത്ര പേരാണ്, പേരക്കുട്ടികൾ എത്ര പേരാണ്, അവരൊക്കെ പേര് ഇതിൽ നോക്കിട്ട് പറയണം. മക്കൾ എത്ര? 3 മക്കളാണ്. ആൺകുട്ടികൾ അല്ല, എല്ലാ മക്കളെയും കൂടി ചേർത്തിട്ട്. ആരാണ്? നിന്റെ അച്ഛനൊന്നിപ്പോഴും? അങ്ങനെയല്ല, എനിക്ക് 4 മക്കളുണ്ട്. അച്ഛനും അല്ല, എനിക്ക് 4 മക്കളുണ്ട് അങ്ങനെ പറയണം. എനിക്ക് 4 മക്കളുണ്ട്. പേര് മണികണ്ഠൻ മൂത്തത്. അല്ല, മണികണ്ഠന്റെ ഒറിജിനൽ പേര് മണികണ്ഠൻ തന്നെ ആദ്യം ഇട്ട പേര്. ഇപ്പോഴത്തെ അരവിന്ദാക്ഷൻ. രണ്ടാമത്തെ അജയ് ഘോഷ്. മൂന്നാമത്തെ അനിൽകുമാർ. ചിരിച്ചിട്ട് പറയണം. അനിൽകുമാർ. നാലാമത്തെ അജിതകുമാരി. അജിത. പിന്നെ മരുമക്കൾ ഇനി അരവിന്ദാക്ഷന്റെ ഭാര്യ ആരാണ്? മൂത്ത മകൻ. അയ്യോ, ചുമ വന്നു. അരവിന്ദാക്ഷന്റെ ഭാര്യ കഴിഞ്ഞ ക്ഷീണിച്ച ആക്റ്റീവായി പറയാൻ പേര് പറഞ്ഞ മരുമക്കളുടെ പേര് പറഞ്ഞു ഗൈസ്. അപ്പൊ ഇനി മരുമക്കളുടെ അടുത്ത് അച്ഛവയ്ക്ക് നല്ലോണം കിട്ടും ഈ വീഡിയോ കാണുമ്പം. എന്താണ് പ്രേമിയ ആണോന്നാ ചോദിക്കണേ? ആരാ നോക്കണ ഇത്ര കാലം? പേരെന്താണ്? പ്രേമക്കുട്ടി. കുട്ടിയൊന്നുമില്ല, പ്രേമ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ മകന്റെ ഭാര്യയുടെ പേര്? രണ്ടാമത്തെ മകന്റെ മറന്നു ഗൈസ്, മരുമക്കളുടെ പേര് മറന്നു ഗൈസ്. ചുനിത. മൂന്നാമത്തെ പ്രവീണ. പിന്നെ മകളില്ലേ? എന്റെ മകള് അജിതകുമാരി. ആളുടെ ഭർത്താവിന്റെ പേരെന്താണ്? മരുമന്റെ പേരെന്താണ്?
രാജ. പിന്നെ പേരക്കുട്ടികളെ കുറിച്ചാണ് പറയാൻ പോണത്. എത്ര പേരക്കുട്ടികളുണ്ട് അമ്മ? എനിക്ക് ആക്റ്റീവ് ആയിരിക്കും. ഇവിടെ 2 ഇവിടെ 2 എന്നല്ല, മൊത്തം എത്ര പേരുണ്ട് അവരുടെ പേര് പറയണം. കണക്കാക്കാം. ഇവിടെ 2 ഇവിടെ അങ്ങനെ ഇവർക്ക് അറിയില്ല, ഇവർക്ക് ഇങ്ങനെ അറിയില്ല. അപ്പൊ മൊത്തം എനിക്ക് ഇത്ര പേരക്കുട്ടികളാണ്, ഇവരുടെ പേരെന്തൊക്കെയാണ് അങ്ങനെ വേണം പറയാൻ. ഇവർക്ക് അറിയില്ലല്ലോ, ഇവിടെ നോക്കി പറയണം, വീഡിയോ നോക്കി. ശരി. അങ്ങനെയല്ല ഹലോ ഗൈസ് അങ്ങനെ പറയാം. അപ്പൊ അറിയാൻ നിക്ക് പേര് വേറെ കുട്ടികളെ ചേർത്തട്ടെ. അല്ല ചേർത്തടി, ഇങ്ങനെ പറയണം. ഹലോ ഗൈസ്. ഹലോ ഹൈ ഗൈസ്. ഹൈ ഹൈ അല്ലമ്മ, ഹലോ ഗൈസ്. ഹലോ ഹായ് ഗൈസ് ഗൈസ്. ഇങ്ങനെ ഹലോ ഗൈസ്, കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഹലോ ഗൈസ്. സൗണ്ട് ഇല്ല. ഹലോ ഗൈസ്. ഹലോ ഹായ് ഗൈസ്. അമ്മ എനിക്ക് 8 പേരക്കുട്ടികളല്ലേ? എല്ലാവർക്കും വേണ്ട. അപ്പൊ പേര് പറയണം, ഇവിടെ നോക്കി പറയണം. കണ്ണടിച്ച് പൂച്ചനെ പോലെ പറയത്തില്ല, ഇവിടെ നോക്കി പറയാം. എത്ര പേരാണ്? 8 പേരക്കുട്ടികളാണ് അച്ഛമ്മയ്ക്കുള്ള. ഓരോരുത്തരുടെ പേര് പറയും. പേര് മൂത്തത് ആരാണ്? മൂത്തത് എനിക്കെന്ത് പേര്? എന്റെ പേരറിയില്ലേ? എനിക്ക് ശബരിപ്രിയ. ആരാത്? ശബരിപ്രിയ പേരക്കുട്ടി. ആരാണത്? തൊട്ട് കാണിക്ക്. ഇതാ എന്റെ പറയും. ഞാൻ എന്താ പഠിക്കണ്? എനിക്കറിയാം. തല ചൊറിഞ്ഞു അപ്പത്തേനും. അല്ല എന്റെ പേര് ശബരിപ്രിയ, ഞാനാണ് മൂത്ത പേരക്കുട്ടി. അടുത്തത് അവിടെ ആരും പറയമ്മ. എന്റെ കുട്ടി പേര് പറയൻ. മൂത്ത പേരക്കുട്ടിയാ ശബരിപ്രിയ. പിന്നെ പെട്ടെന്ന് പറയണം. ശബരിപ്രിയ. അല്ല ബാക്കിയുള്ളത്. പിന്നെ അപ്പു ഞങ്ങൾ പറയാ. അപ്പുവിന്റെ പേരെന്താണ്? വിഷ്ണു അരവിന്ദ്. പിന്നെ മകന്റെ പേരക്കുട്ടി വിഷ്ണു അരവിന്ദ്. പിന്നെ രണ്ടാമത്തത് മൈസൂർക്ക് ഇങ്ങനെയാണ്, എല്ലാം ഓർമ്മയുണ്ടാവും. പക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ അവർക്ക് മറന്നു. എന്താ പേര്? അമിത് ഘോഷ്. അജയ് ഘോഷിന്റെ മകൻ അമിത് ഘോഷ്, അമൽ ഘോഷ്. പിന്നെ ഉള്ള ആളുടെ മോന്റെ പിള്ളേരുടെ പേര് അശ്വജിത്ത്, അശ്വേത്. സച്ചുവിന്റെ പേരാണ് അശ്വേത്. ഗൈസ് മറന്നുപോയി ഗൈസ്. ഇനി ആളുടെ ചെറുപ്പത്തിലെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ചോദിക്കാം, അപ്പൊ പെട്ടെന്ന് കിട്ടും. അച്ഛമ്മന്റെ ചെറുപ്പത്തിൽ കൂട്ടുകാരന്റെ പേരൊക്കെ പറയും. പറയമ്മ. വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്ര ഒരുങ്ങി സുന്ദരിയായിട്ട് പറയുന്നു. അച്ഛമ്മന്റെ കൂട്ടുകാരനെ കുറിച്ച് പറയും. കൂട്ടുകാരനെ പിടിച്ചിട്ടാ. കൂട്ടുകാരെ പറ്റി അവരുടെ പേരൊക്കെ പറയാം. രുക്കുമണി. ഒന്ന്. രണ്ടാമത്തെ ഒന്ന് നാഗുമണി. പിന്നെ അവരുടെ ആൺകുട്ടികളുടെ എന്താണ് അവരുടെ മക്കളുടെയൊക്കെ ഇപ്പൊ മറന്നുപോയി, പേര് മറന്നുപോയി. പിന്നെ അവരുടെ ഭാര്യയുടെ കുട്ടികളുടെ പേര് കിട്ടുമോ? ആളുടെ പിന്നെ ശരി പോട്ടെ, ആൾക്ക് മറന്നു. ആളൊരു പാട്ട് പാടിത്തരും, അതാണ് ആൾക്ക് പെട്ടെന്ന് കിട്ടുക. അതൊരു പാട്ട്. അപ്പൊ ഹലോ ഗൈസ്, ഞാൻ ഒരു പാട്ട് പാടാന്ന് പറയും. ആർക്ക് വേണ്ടിയാണ്? ഈ കാണുന്ന എല്ലാ മക്കൾക്കും. അല്ല മുണ്ടാക്കണ്ട, ഈ കാണുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഒരു പാട്ട് പാടില്ലേ? അതല്ലേ നല്ലൊരു പാട്ടോ? ഈ കാണുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഒരു പാട്ടാണ്. കൊടയവിടെ വയ്ക്കിനെ പടിവര വേണമെങ്കിൽ കുളിച്ചു വരി. ജോറായി നിങ്ങൾ കുളിച്ചു വന്നാകിലോ ഇറമാറ്റാൻ ഒരു മുട്ടുന്നരാ. അത് നടന്നിട്ട് എനിക്ക് ഭാരം നടന്നിട്ട് നടക്കാൻ പയ്യൻ്റെ ബാലസരെ മോദന വെള്ളം കൊണ്ടു കൊടുത്ത കൈമോന്നും വെള്ളം മുഖം കഴുകി. കൈ നിട്ട് വരിയല്ലേ? അടുത്തത് പാട്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ പറയും. പാട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം.
മിണ്ടാതെ അങ്ങനെ പറയും. അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ ടാറ്റ പറയും. ഐ ലവ് യു. സൗണ്ടിൽ ഐ ലവ് യു ഗൈസ്. പിന്നെ ഐ ലവ് യു ഗൈസ്. ഐ ലവ് യു ഗൈസ്.